ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇസ്രായേലിലെ ഗോൽഗോഥായ്ക്ക് സമീപമുള്ള തോട്ടത്തിൽ പാറയിൽ നിന്നും വെട്ടിയെടുത്ത ഒരു കല്ലറയുണ്ട്. ലോകത്തിലെ മറ്റേതൊരു കല്ലറയേക്കാളും മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന കല്ലറയാണിത്. യേശുവിനെ 3 ദിവസത്തേക്ക് അടക്കിയ കല്ലറ. മറ്റു കല്ലറകളിൽ അതിനുള്ളിൽ അടക്കപ്പെട്ടവരുടെ നേട്ടങ്ങൾ എഴുതി വച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ പറയുന്നത് അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു എന്നാണ്. മാനവജാതിയോട് ദൈവത്തിന് പറയുവാനുള്ള ഏറ്റവും വലിയ വാഗ്ദത്തവും പ്രതീക്ഷയുമാണ് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ. ശക്തിയില്ലാത്ത, ബലഹീനരായ, പ്രതീക്ഷ കൈവിട്ട മനുഷ്യർക്ക് ബലവും ആത്മധൈര്യവും ആ ഒഴിഞ്ഞ കല്ലറ നൽകുന്നു. ഭയമുള്ള അനേകർക്ക് ഈ കല്ലറ ഒരു പ്രതീക്ഷയാണ്. എല്ലാം അവസാനിച്ചു, വഴികളെല്ലാം അടഞ്ഞു, ഇത് എല്ലാറ്റിൻ്റെയും അവസാനമാണെന്ന് കരുതുന്നവർക്ക് ആ പുനരുത്ഥാനത്തിൻ്റെ കാഴ്ച കാണുന്നതോടെ പ്രതീക്ഷ ഹൃദയത്തിൽ നിറയുന്നു. മനുഷ്യൻ കല്ലറയ്ക്കുള്ളിൽ കയറിയാൽ അവന് മടങ്ങിവരവില്ല. എല്ലാം അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ആ മരണത്തെയും നമുക്കായി കീഴ്പ്പെടുത്തി തന്നു. അവിടുന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ചു. യേശു ഈ ഭൂമിയിൽ വന്നത് നഷ്ടമായതിനെ തിരഞ്ഞെടുത്ത് രക്ഷിക്കുവാനാണ്. ദൈവത്തിൻ്റെ വരവിൻ്റെ ലക്ഷ്യവും മനുഷ്യന് പുതുജീവൻ നൽകുക എന്നതാണ്. മനുഷ്യൻ്റെ മരണശേഷം അവന് നിത്യമായി ജീവിക്കുവാൻ യേശുവിലൂടെ സ്വർഗരാജ്യത്തിൽ അവസരമൊരുക്കുക. മനുഷ്യൻ ഭയക്കുന്ന, അവസാനമെന്ന് കരുതുന്ന മരണത്തെ മനുഷ്യന് വേണ്ടി കീഴ്പ്പെടുത്തിയ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. യേശു ആ തോട്ടത്തിലെ കല്ലറയിൽ ഇന്നില്ല, എന്നാൽ നിന്റെ അരികിലുണ്ട്. അവനായി ഹൃദയം തുറക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയുടെ സ്നേഹാനുഭവം അവിടുന്ന് ഒരുക്കും. യോഹന്നാൻ 11:25. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.